അസ്സലാമലൈക്കും മക്കളെ, നിങ്ങൾക്കെല്ലാം സുഖമല്ലേ? അതുപോലെ തന്നെ അനക്കും മാപ്പിളക്കും ഇവിടെ മലപ്പുറം സുഖമായിട്ട് ഇരിക്കുന്നു. ഇന്ന് നല്ലൊരു ബീഫിൻ്റെ പള്ളിക്കറി ആയിട്ടാണ് ഞാൻ വന്ന്. അത് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് വേവിക്കാം. ഫസ്റ്റ് തന്നെ ഞാൻ ബീഫ് ഫസ്റ്റ് തന്നെ ഞാൻ ഇതിലേക്ക് തക്കാളിയിലേക്ക് ചെരിയുന്നുണ്ട്. ഇതിനുള്ള ആവശ്യത്തിൻ്റെ ഉപ്പ് ഞാൻ ഇടുന്നുണ്ട്. ഇതിലേക്ക് ഉള്ളി 2 എണ്ണം, പച്ചമുളക് 4 എണ്ണം, വെളുത്തുള്ളി 1 അല്ലി ചതക്കിയത്, ഇഞ്ചി ചതക്കിയത്, കറിവേപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് 3 തക്കാളി എല്ലാം കൂടി ഇട്ടിട്ടുണ്ട്. പെരിഞ്ജീരകം, ഏലക്ക, ചെറിയ ജീരകം എല്ലാം കൂടി പൊടിച്ചത് 1 സ്പൂൺ. എന്നിട്ട് നന്നായി നമുക്ക് മൂടി വെച്ചിട്ട് അടുപ്പത്ത് വെക്കാം. പിന്നെ അടുപ്പത്ത് വെച്ചതിന് ശേഷം നമുക്ക് കാണാം അടുപ്പത്ത് വെക്കുന്നത്. അങ്ങനെ പള്ളിക്കറി വെക്കുന്നതെന്ന് പറഞ്ഞതല്ലാതെ ഞാൻ ഇതുവരെ വെച്ചിട്ടാണ്. പള്ളിക്കറി ആദ്യമായിട്ടാണ് ഞാൻ വെക്കുന്നത്. അങ്ങനെ നമുക്ക് എല്ലാം കൂടി ഇട്ടത് അടുപ്പത്ത് വെക്കാം. അതിന് നന്നായി ഒന്ന് ഒരു ഹാഫ് വേവിട്ട് വേണ്ട. എൻ്റെ താത്താൻ്റെ പണിയാണ്. ഇതാ തേങ്ങ എല്ലാം പൊട്ടിച്ചിട്ട് വെച്ചിട്ട് എണ്ണയാക്കാൻ വേണ്ടിയിട്ട് തേങ്ങ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് വേവിട്ട്. അങ്ങനെ നമ്മുടെ ബീഫ് അടുപ്പത്ത് വെച്ചത് നമുക്കൊന്ന് നോക്കാം. ഇതാ നന്നായി തിളക്കുന്നുണ്ട്. ഇതാ വെള്ളം ഇറച്ചീൻ്റെ തന്നെ ബീഫിൻ്റെ തന്നെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇതാ ഈ സ്പൂണിന് 4 സ്പൂണ് മുളക് പൊടി, 2 സ്പൂണ് കുരുമുളക് പൊടി, 2 സ്പൂണ് മല്ലിപ്പൊടി, 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടിയിട്ട് ഞാൻ ഒന്നിച്ച് തന്നെ നമ്മളെ പള്ളിക്കറിക്ക് ഇടുന്നുണ്ട്. അല്ല അടിപൊളിയാണെന്നാണ് പറയുന്നത്. പള്ളിക്കറി ഞാൻ ഇതുവരെ ഉണ്ടാക്കി നോക്കി വെക്കാം നമുക്ക്. ഇങ്ങനെ നന്നായി ഒന്നിത് ഇളക്കാം. ഇളക്കി വെച്ചതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ട് നന്നായി ഒന്നിത് വേവട്ട്. വെള്ളമൊന്നും ഒഴിക്കണ്ട, വെള്ളം ഇറങ്ങി വന്നിട്ട് ഒന്ന് അടച്ച് വെക്കാൻ പറ്റും. വേവട്ട്. അങ്ങനെ നമ്മൾ ബീഫ് നന്നായി അടുപ്പത്ത് വെച്ച് വെന്തിട്ട് ഞാൻ ഇപ്പോൾ ഇറക്കി കൊണ്ടുവച്ചിട്ടുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ കറണ്ട് പോയി. അടുപ്പിൻ്റെ അടുത്ത് കറണ്ട് ഇല്ലാതെ അത് കാണാൻ പറ്റൂല. നല്ലൊരു മണം വരുന്നുണ്ട് ബീഫിൻ്റെ. എന്നെ നമുക്ക് കാച്ചിപ്പോരണം. നല്ല അടിപൊളിയായി നല്ലോണം വെന്തും ചെയ്ത് ഇനി നമുക്ക് കാച്ചിപ്പോരാം. ചെറിയ ഉള്ളി കരിയാകുമ്പോൾ കാച്ചിപ്പോരണം. അടുപ്പത്ത് ഫാൻ വെച്ച് നന്നായി ഇത് ചൂടാകട്ട്. അങ്ങനെ ഉള്ളി നന്നായി കാഞ്ഞ് ഇതിലേക്ക് നമ്മൾ ഇവിടുന്ന് പറിച്ച കറിവേപ്പ് കറിവേപ്പിട്ട് നന്നായി ഒന്നിത് പൊരിയിട്ട് കുറച്ചും കൂടി ആയിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. കറണ്ട് പോയിന്ന് പെട്ടെന്ന് കറണ്ട് പോയി. അപ്പോൾ അടുപ്പത്ത് വെച്ചത് കാട്ടിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ വന്നത് ഇറക്കിക്കൊടുന്നു ഞാൻ. എന്ത് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? കറണ്ട് ഇല്ലാതുകൊണ്ട് വിളി കുറച്ച് കുറയും. നന്നായി നമുക്ക് നല്ല ഇതിൽ പൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചെരിയാം. ഇങ്ങനെ നമ്മളെ പള്ളിക്കറിയുടെ റെഡിയായി മക്കളെ. പള്ളിക്കറി റെഡിയായി. ഇനി നമുക്ക് ചോറ് വേവിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ചോറ് വേവിക്കുന്നതാണ്. അങ്ങനെ നമ്മളെ പള്ളിക്കറിയുടെ റെഡിയായി. ചക്ക ഉപ്പേരിയാക്കിയത്, പരിപ്പും മുരിങ്ങച്ചപ്പിളിയും ചക്കക്കൂരും കറി, നല്ല അച്ചാറ്, പപ്പടം. അപ്പോൾ നമുക്ക് ചോറ്
കമന്റ് വന്നിനി എൻ്റെ മാപ്പിള മുണ്ടുന്നില്ല, എന്ത് ഞാൻ ആക്കണ്ട്, ഒന്ന് മുണ്ടിക്കാനിപ്പോൾ ഞാൻ എന്ത് വേണ്ട, ഒന്ന് മുണ്ടിക്കാന്നോ. ഞാൻ ആളോട് പിന്നെ മുണ്ടണ്ടേ, ഞാൻ മാത്രം മുണ്ടിയാറില്ല. മുണ്ട് പള്ളിക്കറി എങ്ങനെയുണ്ട് നോക്ക്. നല്ല ചക്കക്കുരു മുരിങ്ങച്ചപ്പര എങ്ങനെയുണ്ട്? നിങ്ങൾക്കത് പറയാനില്ലേ? പറഞ്ഞ എന്തെങ്കിലും ഉണ്ടാത്തതിന്. ഇത് ചക്ക ഉപ്പേരി വെച്ചത്, അത് മോസ്ചാക്ക് പറയണ്ടത്ര വറപ്പിടാം. അപ്പം ഞാൻ ചോറ് വയ്ക്കട്ട. മുടിക്ക പറ എന്തെങ്കിലും അവരോട്. പറയാ നിങ്ങളുടെ മുണ്ടാത്തത് അറിയതട്ടാ. മുണ്ടായിട്ടല്ല, കൂടുതൽ ടേസ്റ്റ് ഉണ്ട് എന്ന് ഭക്ഷണത്തിന് പറയുമ്പോൾ പൊക്കി പറയുന്ന ഭാര്യനെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാനൊന്ന് നോക്കട്ടാ. ഈ കറി മാത്രമേ ഞാൻ വെച്ചതില്ലൂ. ഏത് ബീഫ്, മുരിങ്ങൻ്റെ ഇലൻ്റെയും ചക്കൻ്റെത്, പപ്പടം വെച്ച് ചോറ് എല്ലാം എൻ്റെ ഭർത്താവിൻ്റെ പെണ്ണുങ്ങളാണ് ചെയ്ത്. അത് ഞാൻ നോക്കട്ടെ. പള്ളിക്കറി ഞാൻ ആദ്യമായിട്ട് വെക്കുന്നത്. നല്ല രസമുണ്ട്, നല്ല മണ്ണും നല്ല രസമുണ്ട്. എൻ്റെ മരിയോളം മോനാന്ന് വീഡിയോ എടുക്കുന്നത് കേട്ടോ. ഉച്ചക്കത്തെ ഫുഡ് ഇവിടെ രാത്രിയത്തെ ഭർത്താവിൻ്റെ ഏട്ടൻ്റെ വർക്ക് ദിവസം തന്നെ ഓരോരു വർക്ക് തന്നെ ഭക്ഷണം. പിന്നെ എൻ്റെ വീഡിയോ എല്ലാം കാണണം. നിങ്ങൾ മക്കളെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ഇടണം, കമൻറ്റ് ഇടണം. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരാം. അസ്സലാമു അലൈക്കും.